ബിജെപി അനുകൂല ക്രൈസ്തവ പാർട്ടി രൂപീകരണ ചർച്ചയ്ക്കായി വിളിച്ച യോഗത്തിൽ കർദിനാൾ ആലഞ്ചേരി എത്താതിരുന്നത് തിരിച്ചടിയായെന്ന് വിലയിരുത്തൽ. കർദിനാളിനെ പരിപാടിയിലെത്തിച്ച് കത്തോലിക്ക സഭയുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കം പാളി. ബിജെപി അനുകൂല പാർട്ടിയെ പിന്തുണയ്ക്കുന്നതിൽ സഭാ നേതാക്കൾക്കിടയിൽ ഭിന്നതയെന്നും സൂചന. ജോർജ് ജെ മാത്യുവിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, എന്തൊക്കെ വിശദാംശങ്ങൾ? ജിൽസി, ഗുഡ് മോർണിംഗ്. ഇന്നലെ കോട്ടയത്ത് ഫാമേഴ്സ് ഫെഡറേഷൻ എന്ന രൂപത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പാർട്ടി രൂപീകരണ ചർച്ചകൾ നടന്നത്. പാർട്ടി രൂപീകരണവുമായി മുന്നോട്ട് പോകുന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. മധ്യ കേരളത്തിൽ നിന്നും ക്രൈസ്തവ അനുകൂല നിലപാട് അല്ലെങ്കിൽ BJP-യെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ടി എന്ന നിലയിലാണ് BJP-യുടെ അനുഗ്രഹ ആശംസകളോടെ പുതിയ പാർട്ടി രൂപീകരണത്തിന് ചർച്ചകൾ ഒരുങ്ങിയത്. ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് മുൻ കേരള കോൺഗ്രസിന്റെ ചെയർമാനും AICC അംഗവുമായിരുന്ന ജോർജ് ജെ മാത്യുവിന്റെ നേതൃത്വത്തിലാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും സംസ്ഥാന വ്യാപകമായി ആളുകളെ വിളിച്ചു ചേർത്ത്, പ്രതിനിധികളെ വിളിച്ചു ചേർത്ത് ചർച്ചകൾ നടത്തുകയും പാർട്ടി രൂപീകരണത്തിലേക്ക് പോവുകയും ചെയ്തത്. ഈ സമ്മേളനത്തിൽ ഉദ്ഘാടകനായി എത്തേണ്ടിരുന്നത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആയിരുന്നു. പക്ഷേ രാവിലെ മുതലുള്ള ഇത്തരത്തിൽ BJP അനുകൂല രാഷ്ട്രീയ പാർട്ടി എന്നുള്ള തരത്തിലുള്ള പ്രചാരണം, വാർത്തകൾ അതിന് അദ്ദേഹത്തെ പിന്നോട്ടടിച്ചു. അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. ഇതാണ് വലിയ തിരിച്ചടിയായി എന്ന് തന്നെ തുടക്കത്തിൽ തന്നെ ഈ പാർട്ടി രൂപീകരണ ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി നേതാക്കളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അദ്ദേഹത്തെ എത്തിച്ചുകൊണ്ട് പൂർണ്ണമായും കത്തോലിക്ക സഭയുടെ പിന്തുണയുള്ള കർഷക പാർട്ടി എന്ന നിലയിൽ പ്രചാരണ രംഗത്തേക്ക് സജീവമാകുവാനും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാനുമായിരുന്നു ഇവരുടെ നീക്കം. പക്ഷേ കർദിനാൾ എത്താതിരുന്നത് വലിയ തിരിച്ചടി. അതോടൊപ്പം തന്നെ സഭാ നേതൃത്വത്തിനിടയിൽ ഇത്തരത്തിൽ BJP പിന്തുണയുള്ള ക്രൈസ്തവ പാർട്ടി എന്ന നിലയിലുള്ള രീതിയിൽ കത്തോലിക്ക സഭ പ്രതിനിധികളെയൊക്കെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രവർത്തന രീതിയോട് വലിയ ഭിന്നതയുണ്ട്. അത് നേതാക്കൾക്കിടയിൽ അത്തരത്തിൽ മത നേതാക്കൾക്കിടയിൽ അത്തരത്തിലുള്ള ഭിന്നതയും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിട്ടുനിന്നത്. എന്തായാലും ഇന്നലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് NDA മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവും BDJS-ന്റെ സംസ്ഥാന അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു. അദ്ദേഹം BDJS-ന്റെ SNDP യോഗത്തിനെ പിന്തുണ ഇത്തരത്തിലുള്ള ഒരു ക്രൈസ്തവ പാർട്ടി കർഷക പാർട്ടി രൂപീകരണത്തിന് ഉണ്ടാകുമെന്നുള്ളത് വേദിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ 11 മണിക്ക് കോട്ടയത്ത് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ജോർജ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള നേതാക്കളാണ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മുൻ കടുത്തുരുത്തി MLA-യും കേരള കോൺഗ്രസ് നേതാവുമായ PM മാത്യു അടക്കമുള്ള നേതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാഷണൽ ഫാർമേഴ്സ് പാർട്ടി എന്നായിരിക്കും പാർട്ടിയുടെ പേര്. സ്പ്രിംഗ്ലർ, അതോടൊപ്പം ഡ്രോൺ, റോക്കറ്റ് എന്നിങ്ങനെ ചിഹ്നങ്ങൾക്കായും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തിയായാൽ മറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുവാനുള്ള നീക്കം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. കാർഷിക വിഷയങ്ങൾ അജണ്ടയാക്കിയുള്ള പാർട്ടി എന്ന നിലയിലാണ് ഇവരുടെ പ്രവർത്തനം. എന്തായാലും തുടക്കത്തിൽ തന്നെ പാർട്ടിയുടെ രൂപീകരണ വേളയിൽ സഭാ നേതൃത്വത്തിൽ നിന്നും പ്രധാനപ്പെട്ട ആൾ എത്തുമെന്ന് പറഞ്ഞ് എത്താതിരുന്നത് വലിയ തിരിച്ചടിയായി എന്ന് സംഘാടകർ വിലയിരുത്തുന്നു. ആ നിലയ്ക്ക് പകരം ഈ വാർത്താ സമ്മേളനത്തിലടക്കം എന്തെങ്കിലും ക്രൈസ്തവ നേതൃത്വത്തിൽ നിന്നുള്ള ഒരാളെ ഉൾപ്പെടുത്തി കാത്തോലിക്ക സഭയുടെ പ്രതിനിധി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പരിപാടി പ്രഖ്യാപനം നടത്തുവാനുള്ള നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. ജിൽസി.